ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കല്യാണത്തിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെരുന്നാളിന് അതാണ് ഉണ്ടാക്കിയത്. പക്ഷെ അന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നല്ല തിരക്കും പോലും പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്ക് നമുക്ക് ചോറൊക്കെ ആവണമല്ലോ. അപ്പോൾ ആ തിരക്കും കാര്യങ്ങളും കൊണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അത് ഒരു വട്ടം കൂടി ഉണ്ടാക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ചിക്കൻ കടായിയാണ് അതിലേക്ക് ഉണ്ടാക്കുന്നത്. ഇന്നും ചിക്കൻ കടായി തന്നെയാണ്. പക്ഷേ കടായി ഉണ്ടാക്കണമെന്ന് കാണിക്കണില്ല. അതൊക്കെ എല്ലാവർക്കും അറിയണമല്ലേ, അപ്പോൾ അത് കാണിക്കണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൻ്റെ ഒരടുപ്പത്ത് ഞാൻ സാധാരണ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കുറച്ചുണ്ടാകുമ്പോൾ വെക്കണ ഒരു കുക്കറുണ്ട്. അത് അടപ്പൊന്നും ഇല്ലാത്തൊരു കുക്കർ. ഞാൻ അതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചാണ്. അപ്പോൾ ആ കുക്കർ ഒരടുപ്പത്ത് വെച്ചാണ് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി വാട്ടാൻ തുടങ്ങിയാണ്. മറ്റേ അടുപ്പത്ത് ഞാൻ ചോറ് തിളപ്പിച്ചൂറ്റാലെ വെള്ളം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലോണം വഴന്ന് വന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടുങ്ങാണ്ട് അത് വറുത്ത് മാറ്റി വെക്കണം കേട്ടോ. പണ്ടൊക്കെ പറഞ്ഞാൽ അങ്ങനെ വറുത്ത് വെച്ചത് നമ്മൾ കുട്ടികളാവുമ്പോഴേ നമുക്ക് ഭയങ്കര പൂതിയാവുമല്ലോ. അപ്പോൾ വീട്ടുകാരെന്ത് ചെയ്യും, അണ്ടിപ്പരിപ്പിനൊക്കെ ഭയങ്കര വിലയല്ലേ, അപ്പോൾ കുട്ടികൾ തിന്നാൽ അത് ഉണ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് മൂടി നമ്മളെ കാണാതെ വെക്കും കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് 1 കിലോ വാങ്ങിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കാട്ടി തിന്നൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പം നമുക്ക് അതിന് പൂതിയില്ല, ആഗ്രഹങ്ങളില്ലല്ലോ, ചെറുപ്പത്തിലത്തെ ആഗ്രഹങ്ങളില്ലല്ലോ. അത് മാറ്റി വെച്ചു. അതിന് കുറച്ച് ഓയിൽ മാറ്റി വെച്ചാണ്ട് ബാക്കി ഓയിലിൽ വലിയുള്ളി തന്നെ കുറച്ച് ചതുരത്തിൽ അരിഞ്ഞിട്ട് അതും പട്ടാണിക്കടലയും വേവിച്ച പട്ടാണിക്കടലയാണ് അതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് വഴറ്റണം കേട്ടോ. അപ്പോൾ വഴറ്റിയതിന് ശേഷം നമ്മളതിക്ക് ക്യാരറ്റ് ബീൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ. അതും വഴന്ന് വന്നതിന് ശേഷം അപ്പോൾക്ക് ഇവിടെ അരിക്കുള്ള വെള്ളം തിളച്ചിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്കുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് തൈരാണ് പാർന്നത്. അപ്പോൾ 1 സ്പൂൺ തൈര് കേട്ടോ, ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ തക്കാളി, ക്യാപ്സിക്കം കേട്ടോ. ക്യാപ്സിക്കൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ പെരുന്നാളിന് ഇട്ടപ്പോൾ ക്യാപ്സിക്കം ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ക്യാപ്സിക്കം ഇട്ടു. പിന്നെ അതേപോലെ മല്ലിയില പുതിനയില കേട്ടോ, അത് ഇട്ടതിന് ശേഷം അത് വഴന്ന് വന്നിട്ട് അതിക്ക് കിഴങ്ങാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊണ്ട് വഴറ്റി വെച്ചു കേട്ടോ. അത് അപ്പോൾ വഴറ്റി ഓഫാക്കിയിട്ടില്ല കേട്ടോ. അപ്പോഴേക്ക് ഇവിടെ ചോറ് വെന്തിരുന്നു. അപ്പോൾ ചോറ് അതിൻ്റെ മേൽക്ക് വെള്ളത്തോടൊക്കെ, അതായത് നമ്മൾ വെള്ളം നല്ലോണം വാർത്ത് കളയണ്ട, വെള്ളത്തോടെ ഇങ്ങോട്ട് ഊറ്റിയിട്ടേക്കണ്ട, അടി കരിയാതെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് അങ്ങനെ ദമ്മിട്ടുങ്ങാണ്ട് അങ്ങനെ ഇടകലർത്തിയിട്ടു കേട്ടോ. അതായത് ഉള്ളി നമ്മൾ വഴറ്റി വെച്ച ഉള്ളി, അതേപോലെ അതിൻ്റെ മേലേക്ക് കുറച്ച് ചോറിട്ടുകൊണ്ട് നമ്മളെ ഗരം മസാല ഇട്ടു, പിന്നെയും ചോറിട്ട് ദമ്മിട്ടു വെച്ചു. ആവി വരുന്നത് വരെ, അതായത് മോൾക്ക് ആവി വരുന്നത് വരെ ദമ്മിട്ട് സിമ്മിലാക്കിയിട്ടാട്ടോ വെച്ചത്. അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു. ആ ഓയിൽ എടുത്ത് വെച്ച ഓയിൽ ഒഴിച്ചു, കുറച്ച് RKG ഒഴിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ദമ്മിട്ട് വെച്ചു കേട്ടോ. മോൾക്ക് ആവി വരുന്നത് വരെയാണ് ദമ്മിടേണ്ടത് കേട്ടോ. അതിലേറെ ദമ്മിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ബിരിയാണീൻ്റെ പണിയുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ അതെടുത്ത് ഇളക്കി നോക്കിയിട്ടോ. പക്ഷേ എൻ്റെ അടുത്തൊരു ഫാൾട്ട് പറ്റിയത് എന്താ വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടിപ്പോയിട്ടോ. അപ്പോൾ നമ്മൾ ഇട്ടോ ഇട്ടില്ലേ എന്ന് പറയാനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. അതിക്ക് ഒരുപാട് ഇടണ്ട. ഞാൻ പെരുന്നാളിന് വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മഞ്ഞൾപ്പൊടി പാകത്തിനായിരുന്നു. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മഞ്ഞൾപ്പൊടിൻ്റെ അളവ് ഇത്തിരി മാറിപ്പോയി. അപ്പോൾ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ആയിട്ടോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, മഞ്ഞൾപ്പൊടി കുറയ്ക്കുക. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. ഒരു തൈര് ഉണ്ടായാൽ തന്നെ കഴിക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് കേട്ടോ അത്. ചിക്കനൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.